വിദേശത്ത് ജോലി വാഗ്ദാനം നൽകി സംസ്ഥാനത്തുടനീളം തട്ടിപ്പ് നടത്തിയ പ്രതി പിടിയിൽ. കണ്ണൂർ സ്വദേശി രാജേഷ് ഒളിവിൽ കഴിയവേ എറണാകുളം വളയൻചിറയിൽ നിന്നാണ് പിടിയിലായത്. ഇയാൾക്കെതിരെ ഇടുക്കി ജില്ലയിൽ മാത്രം 80-ലേറെ പരാതികളാണ് ഉള്ളത്. ലോകത്തെവിടെയാണെങ്കിലും ഒരു ചെറിയ പണം നൽകി മികച്ച ജോലി, അതായിരുന്നു രാജേഷിന്റെ വാഗ്ദാനം. ആദ്യ ഗഡു 1 ലക്ഷം, അതും പലപ്പോഴായി നൽകിയാൽ മതി. ബാക്കി തുക വിദേശത്ത് എത്തിയ ശേഷം. ആരെയും ആകർഷിക്കുന്ന ഓഫറിൽ മികച്ച ജീവിതം സ്വപ്നം കണ്ട പലരും പണം മുടക്കി. ഒരു പ്രദേശത്തെത്തിയാൽ അവിടെ ഒരാളെ കണ്ടെത്തി അയാളെ ക്യാൻവാസ് ചെയ്ത് പലരിൽ നിന്നുള്ള പണം അയാളുടെ അക്കൗണ്ടിൽ വാങ്ങും. മെഡിക്കൽ അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കും. ഇരയാക്കപ്പെട്ട കോർഡിനേറ്ററിൽ നിന്ന് പണം കയ്യിൽ വാങ്ങും. രാജേഷിന്റെ ബാങ്ക് അക്കൗണ്ടിൽ ആരും ഇതുവരെ പണം നിക്ഷേപിച്ചിട്ടില്ല. 2023 മുതൽ പാറശാല മുതൽ കാസർഗോഡ് വരെ ആയിരങ്ങളെ ഇരയാക്കി. കാലങ്ങൾ കഴിഞ്ഞിട്ടും വിദേശയാത്ര നടക്കാതെ വന്നതോടെ പരാതികൾ വന്നു. ഇടയ്ക്ക് ജയിൽവാസം കിട്ടിയെങ്കിലും പുറത്തിറങ്ങി വീണ്ടും തട്ടിപ്പ് തുടർന്നു. മൂവാറ്റുപുഴ പേഴക്കാപ്പള്ളിയിൽ ഒരു സ്ഥാപനവും തുടങ്ങി. കോട്ടയം, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിൽ തട്ടിപ്പിന് തട്ടിക്കൂട്ട് സംവിധാനങ്ങൾ. ഇദ്ദേഹത്തിന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലായിടത്തും കേസുകളുണ്ട്. ഏകദേശം 80ഓളം പേരിൽ നിന്നായിട്ട് 8-10 കോടിയോളം രൂപ തട്ടിപ്പ് നടത്തിയിട്ടുള്ളതെന്നാണ് അയാളെ ചോദ്യം ചെയ്യലെന്ന് മനസ്സിലാക്കുന്നത്. അത് നമ്മൾ ആധികാരികത മൊത്തത്തിൽ നമ്മൾ അന്വേഷണത്തിലേ വെളിവാകുള്ളൂ. ഇദ്ദേഹത്തിൻ്റെ കൂട്ടുപ്രതി ഒരാളുള്ള ഒരു മനു ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം എടുത്തിട്ടുണ്ട്. മറ്റ് ബിനാമി ആയിട്ടാണ് ഇയാൾ സ്വത്തുകൾ വാങ്ങിയിട്ടുള്ളതെന്നാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ വിവിധ തരത്തിലുള്ള തട്ടിപ്പുകളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളമായിട്ടിത്. അതിനിടെ പീഡനമടക്കമുള്ള കേസുകളിലും രാജേഷ് പിടിയിലായി. തട്ടിപ്പിലൂടെ കിട്ടിയ പണം ഉപയോഗിച്ച് ബിനാമി പേരിൽ പലയിടങ്ങളിലും സ്ഥലം വാങ്ങി. കോട്ടയം പാലയിലെ വീടും കാറും നിലവിൽ പോലീസ് സീൽ ചെയ്തിരിക്കുകയാണ്. രാജേഷ് പിടിയിലായി എന്നറിഞ്ഞതിന് പിന്നാലെ വിവിധ ജില്ലകളിൽ നിന്ന് പരാതിക്കാർ തൊടുപുഴ സ്റ്റേഷനിലേക്ക് എത്തി. പ്രീ ഡിഗ്രി മാത്രം വിദ്യാഭ്യാസമുള്ള രാജേഷ് വ്യാജ വിസ പോലും നൽകിയിട്ടുണ്ട് എന്നാണ് പരാതിക്കാർ പറയുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള 300ഓളം ആളുകളിൽ നിന്നും ഏകദേശം 4.5 കോടി രൂപയോളം ഇദ്ദേഹം കബളിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ രാജേഷ് ഐ വി എന്ന് പറയുന്ന ആളുടെ കൂടാതെ മനുമോൻ ജോസ് എന്ന് പറയുന്ന ഒരാൾ കൂടി ഉണ്ടായിരുന്നു. അയാളാണ് ഏറെ പൈസ ആളുകളിൽ നിന്നും വാങ്ങിയിട്ടുള്ളത്. അതെല്ലാം ഈ രാജേഷ് പറഞ്ഞു വിട്ടിട്ട് മേടിച്ചിട്ടുള്ളതാണ്. പ്രതിയുമായി ബന്ധമുള്ള കൂടുതൽ ആളുകളെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സംഭവത്തിൽ കൂടുതൽ പരാതികൾ വന്ന സാഹചര്യത്തിൽ വിശദമായ അന്വേഷണത്തിനാണ് പോലീസ് തയ്യാറെടുക്കുന്നത്. കോടതിയിൽ ഹാജരാക്കിയ രാജേഷിനെ റിമാൻഡ് ചെയ്തു. 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.